നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പല പ്രാവശ്യം സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാലും ആൾക്കാർക്ക് അതിനെപ്പറ്റിയുള്ളൊരു സംശയം മാറാത്തത് കൊണ്ട് വീണ്ടും അതിനെപ്പറ്റി തന്നെ സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. HPV വാക്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ HPV വാക്സിൻ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി തന്നെ എല്ലാ കുട്ടികൾക്കും 9 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ഈ HPV വാക്സിൻ കൊടുക്കുന്നത്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നൊരു വൈറസാണ് സ്ത്രീകളിലെ ഗർഭാശയ മുഖ ക്യാൻസർ, അതായത് ക്യാൻസർ സെർവിക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാൻസർ സാധാരണഗതിയിൽ നമുക്ക് എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ള കാരണം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് പഠനങ്ങൾ തെളിയിക്കുന്നത് ക്യാൻസർ സെർവിക്സ് ഉണ്ടാക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന ഒരു അണുവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം ഇരിക്കെ ആ വൈറസിന് എതിരായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ് എടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അണുബാധ ഉണ്ടാവുകയില്ല. അപ്പോൾ കല്യാണം കഴിച്ച് അല്ലെങ്കിൽ ലൈംഗികമായി ബന്ധപ്പെടുന്ന ഏത് സ്ത്രീയും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അണുബാധയ്ക്ക് ഇരയാകുന്നുണ്ട്. കാര്യം ഏകദേശം 200ഓളം ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ് നമ്മളുടെ ചുറ്റും കറങ്ങി നടക്കുന്നത്. ഇതിനകത്ത് ക്യാൻസർ ഉണ്ടാക്കുന്നത് 13 തരമാണ്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് 4 തരം. അപ്പോൾ ഈ വൈറസിന് എതിരായിട്ടുള്ള കുത്തിവയ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പോൾ. ആ പ്രതിരോധ കുത്തിവയ്പ് അഥവാ HPV വാക്സിൻ ക്യാൻസർ സെർവിക്സിനെ തടയാൻ 99.9% ഫലവത്താണെന്ന് പല വർഷങ്ങളുടെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാർക്കാണ് കൊടുക്കേണ്ടത്? പ്രധാനമായും നമ്മൾ ഉന്നം വയ്ക്കുന്നത് പെൺകുട്ടികളെയാണ്. കാര്യം പെൺകുട്ടികളുടെ ക്യാൻസറിൽ ക്യാൻസർ സെർവിക്സ്, ക്യാൻസർ യോനിഭാഗം, അതുപോലെ വെളിയിൽ ക്യാൻസർ വൾവ, ഇതിനെയൊക്കെ തടയുന്നതിന് അത് സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ടും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ സെർവിക്സ് രോഗികളുള്ളത് ഇന്ത്യയിലാണ് എന്നുള്ളത് കൊണ്ടും നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കൊടുക്കണം. ഏതു പ്രായത്തിലാണ് കൊടുക്കേണ്ടത്? 9 തൊട്ട് 14 വയസ്സ് വരെയുള്ള പ്രായമുള്ള പെൺകുട്ടികളെയാണ് നമ്മൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പെൺകുട്ടികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് തന്നെ അവരുടെ രക്തത്തിൽ, അവരുടെ കോശങ്ങളിൽ HPV വൈറസിന് എതിരായിട്ടുള്ള പ്രത്യണുക്കൾ, ആൻറ്റിബോഡീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അണുബാധ ഉണ്ടാവുകയേയില്ല. അപ്പോൾ ഒരു ചോദ്യം വരും, 15 വയസ്സുള്ള കുട്ടികൾക്ക് എടുക്കാൻ പറ്റില്ലേ എന്ന്. ഞങ്ങൾ സ്കൂളുകളിൽ ഒരു അവബോധനം നടത്താൻ പോകുമ്പോൾ അവർ പറയുന്നത് 15 വയസ്സായി പോയതുകൊണ്ട് ഞങ്ങൾക്ക് വാക്സിൻ കിട്ടിയില്ല എന്നാണ്. പക്ഷേ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആർക്കു വേണമെങ്കിലും ആ വാക്സിൻ എടുക്കാവുന്നതാണ്. 9 തൊട്ട് 14 വരെയുള്ളവർക്ക് ഒരു വാക്സിനും ഒറ്റ ഡോസും, 14 വയസ്സ് കഴിഞ്ഞാൽ 2 ഡോസ് അല്ലെങ്കിൽ 3 ഡോസ്, അങ്ങനെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ 15 വയസ്സുള്ളവർക്കും എടുക്കാം. ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമിൽ 9 തൊട്ട് 14 വയസ്സ് വരെ ഉണ്ട് എന്നുള്ളത് മാത്രം. അപ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. എല്ലാ പെൺകുട്ടികൾക്കും HPV വാക്സിൻ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവർ വളർന്നു വന്നു കഴിയുമ്പോൾ അവർക്കൊരു 35-40 വയസ്സാവുമ്പോൾ ചിലപ്പോൾ അച്ഛനമ്മമാർ സംരക്ഷിക്കാൻ ഇല്ലാത്ത സമയത്തായിരിക്കും അവർക്ക് ഈ ക്യാൻസർ വരുന്നത്. ക്യാൻസറിൻ്റെ ദുരിതത്തിൽ നിന്ന് നമ്മുടെ പെൺകുട്ടികളെയൊക്കെ ഒരു HPV വാക്സിൻ കൊടുത്ത് നമുക്ക് സംരക്ഷിക്കാം. നന്ദി, നമസ്കാരം.